പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ വാരധ്യാനം 7-ാം ദിവസം, വിശുദ്ധ വാരത്തിലെ ശനിയാഴ്ച അഥവാ ദുഃഖശനിയാഴ്ച. എഫേസുസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അവരോഹണം ചെയ്തു എന്നല്ലേ. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഒരേ വകുപ്പിൽ തന്നെ ക്രിസ്തുവിൻ്റെ പാതാളത്തിലേക്കുള്ള ഇറക്കവും 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പും ഏറ്റുപറയുന്നുണ്ട്. കർത്താവിൻ്റെ ഉയർപ്പ് അവിടുത്തെ പാതാളത്തിലേക്കുള്ള ഇറക്കവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 631-ാം ഖണ്ഡികയിലാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസ പ്രമാണത്തിൽ ഒരേ വകുപ്പിൽ തന്നെ ക്രിസ്തുവിൻ്റെ പാതാള സന്ദർശനവും പുനരുദ്ധാനവും ഏറ്റുപറയുന്നു. എന്തെന്നാൽ അവിടുത്തെ പെസഹായിൽ മരണത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് തന്നെയാണ് അവിടുന്ന് ജീവനെ പ്രവഹിപ്പിച്ചത്. ദുഃഖശനിയാഴ്ച പ്രധാനമായും സഭ നമ്മുടെ വിചിന്തനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കബറിടവാസവും പാതാള സന്ദർശനവുമാണ്. ഇതേപ്പറ്റി വളരെ അവ്യക്തമായ അറിവേ നമുക്ക് എല്ലാവർക്കും സാധാരണയുള്ളൂ. അതിനാൽ ഈ ദുഃഖശനിയാഴ്ച മിശിഹാ രഹസ്യങ്ങളിൽ സുപ്രധാനമായ അവിടുത്തെ പാതാള സന്ദർശനവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 632-ൽ സഭ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് പുതിയ നിയമഗ്രന്ഥം കൂടെ കൂടെ പ്രസ്താവിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ പുനരുദ്ധാനത്തിന് മുൻപ് മൃതരുടെ വാസസ്ഥലത്ത് വസിച്ചു എന്ന കാര്യം മുൻകൂട്ടി സങ്കല്പിക്കുന്നു. അതായത് യേശുവിൻ്റെ പാതാള സന്ദർശനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടുത്തെ തിരുവുദ്ധാനത്തെ സഭ പ്രഘോഷിക്കുന്നത്. യേശുവിൻ്റെ പാതാള സന്ദർശനത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് അർത്ഥം. മിശിഹ പാതാളത്തിൽ ഇറങ്ങി എന്നതിനെ സംബന്ധിച്ച് അപ്പസ്തോല പ്രഘോഷണത്തിൽ നൽകിയിരുന്ന ഒന്നാമത്തെ അർത്ഥം ഇതാണ്: യേശു എല്ലാ മനുഷ്യരെയും പോലെ മരണം അറിയുകയും മൃതരുടെ വാസസ്ഥലത്തുള്ളവരുമായി തൻ്റെ ആത്മാവിൽ ഒന്നുചേരുകയും ചെയ്തു. യേശു എല്ലാ മനുഷ്യരെയും പോലെ മരണമറിയുകയും മൃതരുടെ വാസസ്ഥലത്തുള്ളവരുമായി തൻ്റെ ആത്മാവിൽ ഒന്നുചേരുകയും ചെയ്തു. യേശു മരിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള തെറ്റായ വാർത്തകൾ ചിലപ്പോഴെങ്കിലും പ്രചരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സഭ ഇവിടെ എടുത്തു പറയുകയാണ്, പാതാളത്തിലേക്കുള്ള ഇറക്കം സഭ പ്രഘോഷിക്കുമ്പോൾ യേശു യഥാർത്ഥത്തിൽ മരണം അനുഭവിച്ചറിഞ്ഞുവെന്നുകൂടെ ഏറ്റുപറയുകയാണ്. യേശു മരിക്കുക തന്നെ ചെയ്തു. അവൻ മരണം അറിഞ്ഞു. മാത്രമല്ല, മൃതരുടെ വാസസ്ഥലത്തുള്ളവരുമായി തൻ്റെ ആത്മാവിൽ അവൻ ഒന്നുചേരുകയും ചെയ്തു.
എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടെ സഭ വിശദമാക്കുന്നുണ്ട്. അവിടുന്ന് മൃതരുടെ വാസസ്ഥലത്തുള്ളവരുമായി തൻ്റെ ആത്മാവിൽ ഒന്നു ചേർന്നു എന്നതിനർത്ഥം അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നത് അവിടെ തടവിലാക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിക്കുന്ന രക്ഷകനായിട്ടാണ്. പാതാളത്തിൽ കഴിയുന്ന മൃതരുമായി തൻ്റെ ആത്മാവിൽ യേശു ഒന്നു ചേർന്നു എന്ന് പറയുമ്പോൾ അവരെപ്പോലെ ആയി എന്നല്ല അർത്ഥം. മറിച്ച് അവിടെ തടവിലാക്കപ്പെട്ടവരെ സുവിശേഷം പ്രഘോഷിച്ച് രക്ഷിക്കുന്ന രക്ഷകനായിട്ടാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 6-ാം വചനത്തിൽ ഇത് പറയുന്നത് ഉണ്ട്. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിന് ശേഷം ഇറങ്ങിയ മൃതരുടെ വാസസ്ഥാനത്തെ വിശുദ്ധ ഗ്രന്ഥം പാതാളം എന്ന് ആണ് വിളിക്കുന്നത്. ഹെൽ എന്ന് ഇംഗ്ലീഷിൽ പകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കൃത്യമായ അർത്ഥമെന്ന് തിരുസഭ മതബോധ ഗ്രന്ഥം 633-ാം ഖണ്ഡികയിൽ സ്പഷ്ടമായി പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ എടുത്തു പറയുകയാണ്, മൃതനായ മിശിഹ ഇറങ്ങിയ മൃതരുടെ വാസസ്ഥാനത്തെ വിശുദ്ധ ഗ്രന്ഥം പാതാളം എന്നാണ് വിളിക്കുന്നത്. അവിടെ ഉള്ളവർക്ക് ദൈവ ദർശനം ലഭിക്കുന്നില്ല. പാതാളത്തിലുള്ളവർക്ക് ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല, ദൈവത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. ദുഷ്ടരായാലും നീതിമാന്മാരായാലും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എല്ലാ മൃതരുടെയും അവസ്ഥ ഇതാണ്. അപ്പോൾ അവിടെ 2 തരം ആൾക്കാരുണ്ട്. ദുഷ്ടരായ ജീവിച്ച് മരിച്ചവരുണ്ട്, നീതിമാന്മാരായി ജീവിച്ച് മരിച്ചവരുണ്ട്. ഒരു കാര്യത്തിൽ 2 പേരും തുല്യരാണ്. 2 പേർക്കും ദൈവ ദർശനം ലഭിക്കുന്നില്ല. മതബോധ ഗ്രന്ഥം വീണ്ടും ഒരു വിശദീകരണം പറയുകയാണ്. ഇപ്പറഞ്ഞ 2 കൂട്ടരുടെയും സ്ഥിതി ഒന്ന് തന്നെയാണ് എന്നർത്ഥമില്ല. പാതാളത്തിൽ കഴിയുന്ന 2 തരം ആളുകൾ, ദുഷ്ടരും നീതിമാന്മാരും, അവർക്ക് ദൈവദർശനം 2 പേർക്കും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് 2 കൂട്ടരുടെയും സ്ഥിതി ഒന്ന് തന്നെയാണ് എന്നർത്ഥമില്ല. അബ്രാഹത്തിൻ്റെ മടിയിൽ സ്വീകരിക്കപ്പെട്ട ലാസർ എന്ന ദരിദ്രന്റെ ഉപമയിലൂടെ യേശു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്ന് മതബോധ ഗ്രന്ഥം എടുത്തു പറയുകയാണ്. തുടർന്ന് മതബോധന ഗ്രന്ഥം 633 ഇങ്ങനെ പറയുന്നു, അബ്രാഹത്തിൻ്റെ മടിയിൽ തങ്ങളുടെ രക്ഷകനെ കാത്തിരുന്ന ഈ വിശുദ്ധ ആത്മാക്കളെ തന്നെയാണ് കർത്താവ് ആയ യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിമുക്തരാക്കിയത്. അപ്പോൾ യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയത് തന്നെ എന്തിനു വേണ്ടിയാണ്? അവിടെ കഴിയുന്ന വിശുദ്ധാത്മാക്കളെ വിമുക്തരാക്കാൻ വേണ്ടിയാണ്. അബ്രാഹത്തിൻ്റെ മടിയിൽ തങ്ങളുടെ രക്ഷകനെ കാത്തിരുന്ന ഈ വിശുദ്ധാത്മാക്കളെ തന്നെയാണ് കർത്താവായ ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിമുക്തരാക്കിയത്. ശപിക്കപ്പെട്ടവരെ മോചിപ്പിക്കാനോ ശാപസ്ഥലമായ പാതാളം നശിപ്പിക്കാനോ അല്ല, പിന്നെയോ തൻ്റെ മുൻപേ പോയ നീതിമാന്മാരെ വിമുക്തരാക്കാനാണ് അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങിയത്. തെറ്റായൊരു പ്രബോധനം
പലപ്പോഴും പ്രചരിച്ചിട്ടുണ്ട്. അതായത് ശപിക്കപ്പെട്ടവരോട് മാരകപാപത്തിൽ ജീവിതം മുഴുവനും ജീവിച്ച് പാപാവസ്ഥയിൽ മരിച്ചുപോയ ശപിക്കപ്പെട്ടവരോട് യേശു സുവിശേഷം പ്രസംഗിച്ചു അവരെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് അബദ്ധ പ്രബോധനമാണ്, തീർത്തും തെറ്റായ പഠനമാണ്. അതുകൊണ്ടാണ് തിരുസഭാ പ്രബോധനം 633 എടുത്തു പറയുന്നത്, ശപിക്കപ്പെട്ടവരെ മോചിപ്പിക്കാനോ ശാപഗ്രസ്തമായ പാതാളം നശിപ്പിക്കാനോ അല്ല, പിന്നെയോ തൻ്റെ മുൻപേ പോയ നീതിമാന്മാരെ വിമുക്തരാക്കാനാണ് ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിയത്. വീണ്ടും 634 ഖണ്ഡികയിൽ സഭാപ്രബോധനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: പാതാളത്തിലേക്കുള്ള ഇറക്കം രക്ഷയുടെ സുവിശേഷ ദൗത്യത്തിൻ്റെ പൂർണ്ണമായ നിറവേറലാണ്. ഇത് യേശുവിൻ്റെ മെസ്സിയാനിക ദൗത്യത്തിൻ്റെ അന്തിമഘട്ടമാണ്. കാലത്തെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയതെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ ഒരു ഘട്ടമാണിത്. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് കർമ്മം എല്ലാ കാലങ്ങളിലെയും എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ ക്രിസ്തുനാഥൻ്റെ വരവിന് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ അനേക നീതിമാന്മാരുണ്ട്. അവർ വസിച്ചിരുന്നത് പാതാളത്തിലായിരുന്നു. കാരണം ക്രിസ്തു ഉയർക്കുന്നതുവരെയും സ്വർഗം തുറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പാതാളത്തിലാണെങ്കിലും അവർ നീതിയോടെ ജീവിച്ചവരാണ്, വിശുദ്ധമായി ജീവിച്ചവരാണ്. അതുകൊണ്ട് നരകത്തിൻ്റെ യാതനകൾക്ക് അവർ അർഹരാകാൻ പാടില്ല. അതിനാൽ ദൈവം അവരെ ക്രിസ്തുവിൻ്റെ മരണം വരെ പാതാളത്തിൽ തന്നെ സംരക്ഷിക്കുകയാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ളവരായിരുന്നു. ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ നീതിമാന്മാരെ അവിടുന്ന് തന്നോടൊപ്പം സ്വർഗത്തിലേക്ക് ആനയിച്ചു. യേശുവിൻ്റെ പാതാള സന്ദർശനം ധ്യാനിക്കുന്ന ദുഃഖ ശനിയാഴ്ച ഈ ബോധ്യത്തിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. യേശു യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ തൻ്റെ ദൈവിക അധികാരത്തെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. യോഹന്നാൻ 5:25 വാക്യം: സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകൾ ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ ഈശോ മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്നതിനൊരർത്ഥം ഇതുവരെയും ചിന്തിച്ച പ്രബോധനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അതായത് കർത്താവിൻ്റെ മരിച്ചുപോയവർ, നീതിമാന്മാരായി ജീവിച്ച് മരിച്ചവർ, പാതാളങ്ങൾ കഴിഞ്ഞിരുന്നവർ, കുരിശിൽ മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന യേശുവിൻ്റെ സ്വരം കേട്ടപ്പോൾ, അവൻ്റെ സുവിശേഷ പ്രഘോഷണം കേട്ടപ്പോൾ, യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ അവർ രക്ഷ പ്രാപിച്ചു, രക്ഷിക്കപ്പെട്ടു. അല്ലാതെ അവർ ചെയ്ത നന്മയുടെ യോഗ്യതയാലല്ല. തീർച്ചയായിട്ടും അവർ തിന്മ ചെയ്യാതെ നന്മ ചെയ്ത് ജീവിച്ചത് കൊണ്ട് അവർ നരകത്തിലേക്ക് പോയില്ല എന്നുള്ള വസ്തുതയാണെങ്കിലും അവരുടെ നന്മ പ്രവർത്തികളുടെ യോഗ്യത മൂലമല്ല അവർ പാതാളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ്. അതുകൊണ്ടാണ് അവർ നന്മ ചെയ്ത് ജീവിച്ചെങ്കിലും, നന്മയിൽ മരിച്ചെങ്കിലും പാതാളത്തിൽ തന്നെ കഴിയേണ്ടി വന്നത്. ക്രിസ്തുവിൻ്റെ കുരിശുമരണമാണ് എല്ലാവരെയും വീണ്ടെടുക്കുന്നത്.
ഇത് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അനേകർ വിചാരിക്കുന്നത് നമ്മൾ സ്വർഗത്തിന് അവകാശികളാകുന്നത് നമ്മൾ ചെയ്ത നന്മപ്രവർത്തികളുടെ യോഗ്യതയാലാണ് എന്നാണ്. തീർച്ചയായും നമ്മൾ ചെയ്ത നന്മപ്രവർത്തികൾ യോഗ്യത തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിന് അവകാശികളാകുന്നില്ല. നമ്മളുടെ സൽപ്രവർത്തികളും നന്മകളും ഒരു മുതൽക്കൂട്ട് തന്നെയാണെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് മതിയാവുകയില്ല. ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഒന്ന് മാത്രമാണ് നമ്മെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റുന്നത് എന്ന് ഈ ദിവ്യ ധ്യാനം, ഈ ദിവസത്തെ ധ്യാനം വ്യക്തമാക്കുകയാണ്. ഈ അബ്രാഹം, ദൈവം സ്വയം വെളിപ്പെടുത്തിയത് പോലും അബ്രാഹത്തിൻ്റെ ദൈവമെന്നാണ്. ഈ അബ്രാഹം വിശ്വാസത്തിൻ്റെ പഴയ നിയമത്തിലെ പരമോന്നത മാതൃകയാണ്. സ്വന്തം മകനെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ പോലും തയ്യാറായവനാണ്. അപ്പോൾ അബ്രാഹത്തിന് നന്മകൾ സ്വല്പം എത്രമാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ യോഗ്യതയാൽ, അദ്ദേഹം ചെയ്ത നന്മപ്രവർത്തികളുടെ യോഗ്യതയാൽ സ്വർഗപ്രവേശനം ലഭിച്ചില്ല. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. അതുപോലെ എല്ലാ നീതിമാന്മാരുടെയും സ്ഥിതി അതാണ്. നമ്മളുടെയും സ്ഥിതി അതുതന്നെ. നമ്മൾ ചെയ്ത സൽപ്രവർത്തികൾ മൂലം സ്വർഗത്തിൽ നമ്മൾ അവകാശികളാകുകയില്ല. മറിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിൻ്റെ യോഗ്യതയാൽ നമുക്ക് സ്വർഗത്തിന് അവകാശം ലഭിക്കും. ഇത് പറയുമ്പോൾ നമ്മൾ നന്മ ചെയ്യേണ്ടെന്നല്ല, തീർച്ചയായും നന്മ ചെയ്യണം. കാരണം ക്രിസ്തുവിൻ്റെ കുരിശ് മരണം മൂലം നമ്മൾ നന്മ ചെയ്യുവാൻ പ്രാപ്തരായി തീർന്നിരിക്കുന്നു. പൗലോസ് പറയുന്നില്ലേ, ചെയ്യാൻ ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഫലം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ നമ്മൾ പ്രാപ്തരായിത്തീരും. ചെയ്യാൻ വെറുക്കുന്ന തിന്മ ചെയ്യാതിരിക്കാനും പ്രാപ്തരായിത്തീരും. എബ്രായ ലേഖനം 2:15 പറയുന്നത് ഇങ്ങനെയാണ്: ജീവന്റെ കർത്താവായ യേശുക്രിസ്തു മരണം വരിച്ചുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ളവനെ, അതായത് പിശാചിനെ നശിപ്പിക്കുകയും മരണഭീതിയിൽ ജീവിതം മുഴുവനും ബന്ധനത്തിലായിരുന്നവരെ വിമോചിപ്പിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ ആ ചിന്തയുടെ തന്നെ ഭാഗമാണിത്. ചുരുക്കത്തിൽ, ഇനിമേൽ ക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തിൻ്റെ ശേഷം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. ഇത് പറയാൻ വേണ്ടിയാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്: യേശുവിൻ്റെ നാമം, എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം ദൈവം യേശുവിന് കൊടുത്തു എന്ന് യേശുവിൻ്റെ മരണോത്ഥാനങ്ങളെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് ഫിലിപ്പിയർ 2:10 പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, അതുകൊണ്ട് യേശുവിൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ കുരിശുമരണ ഉത്ഥാനം വഴി സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും തൻ്റെ കാഴ്ചവെട്ടിലാക്കി, തൻ്റെ അധികാരപരിധിയിലാക്കി എല്ലാത്തിൻ്റെയും വിജയം നേടുകയും ചെയ്തു. അയാൾ പ്രിയ സഹോദരങ്ങളെ, ഈ ദുഃഖശനിയാഴ്ച ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് സന്തോഷിക്കാം, ദൈവത്തോട് നന്ദി പറയാം. ക്രിസ്തുവിൻ്റെ കുരിശുമരണം, അവൻ്റെ പാതാള സന്ദർശനവും അവൻ്റെ ഉത്ഥാനവും നമുക്ക് നൽകിയിരിക്കുന്ന അചിന്തനീയമായ സൗഭാഗ്യത്തിനായി നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ കൃപാവരത്തിന് അനുസൃതമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.